എവിടെയെങ്കിലും ഏതെങ്കിലും ബൂത്തിൽ BJPയുടെ തേരോട്ടപ്പെടുന്ന ഞാൻ ആ തേരോട്ടം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും, UDFിൻ്റെ ഭാഗത്തുണ്ടാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിലയിരുത്തൽ യോഗം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് DCC പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിലും കേരള വിഷൻ ന്യൂസിന് മുൻപിൽ വന്ന് പറഞ്ഞ ഒരു ലക്ഷ്യമുണ്ട്. അടുത്തത് മിഷൻ 30 ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ ലക്ഷ്യത്തിനടുത്ത് വരെ എത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും കേരള വിഷൻ ന്യൂസിനോട് പ്രവീൺ കുമാർ നടത്തിയ പ്രവചനത്തിൽ 95% ഫലിച്ചിട്ടുണ്ട്. ഇതും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ കൊയിലാണ്ടിയുടെ നിയുക്ത MLA കൂടിയായിട്ടാണ് പ്രവീൺ കുമാർ നിൽക്കുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ നമ്മൾ തുടർച്ചയായിട്ട് കേരള വിഷൻ ന്യൂസിൻ്റെ മുൻപിൽ നടത്തുന്ന പ്രവചനങ്ങളൊക്കെ ഏകദേശം വലിക്കുന്നുണ്ട്. അത് ആ പ്രവചനമല്ല, അത് പഠനം നടത്തിയിട്ടുള്ള കൃത്യമായ അവതരണമാണ്. കാരണം ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവൽ വരെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറഞ്ഞത്. 9-ാം തീയതി പോളിംഗ് കഴിഞ്ഞ് ഞാൻ 14-ാം തീയതിയാണ് നിങ്ങളെ കാണുന്നുള്ളൂ. 5 ദിവസം പഠനമായിരുന്നു. ഞാനെന്താ പറഞ്ഞത്, 13-ൽ 13 ജയിക്കും, 8 എണ്ണത്തിൽ 5 ഭൂരിപക്ഷം. കോഴിക്കോട്ട് 13-ൽ 13 UDF, 13 ഔട്ട് ഓഫ് 13. അതിലൊരു മാറ്റവുമില്ല സംഭവിക്കും. ഈ 12 ജയിച്ചു, അത്യാളത്തിലാണ്. പക്ഷെ അപ്പോഴും ബേപ്പൂർ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ഞങ്ങൾ. ഈ ബേപ്പൂര് തോൽവി അത് സ്വാഭാവികമായിട്ടും ബേപ്പൂർ ഒരു ഇടത് കോട്ടയായിട്ടാണ് വിലയിരുത്തുന്നത്. അത് അങ്ങനെ ഒരു സങ്കടം ആവശ്യം. വലിയ ഇടത് കോട്ടൊക്കെ തകർന്നില്ലേ? എലത്തൂർ എന്താ ഇടത് കോട്ടയല്ലേ? ബാലുശ്ശേരി ഇടത് കോട്ടയല്ലേ? ഇതൊക്കെ തകർന്നില്ലേ? തകരാൻ പാടില്ലായിരുന്നു, നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. അതീവ ദുഃഖത്തിലാണ്. അവിടെ സംഘടനാപരമായ പാളിച്ച ഗൗരവമായി പരിശോധിക്കാൻ പോകുന്നു കോൺഗ്രസ് പാർട്ടി. അതെങ്ങനെയാണ് കമ്മീഷനെ വയ്ക്കുക? എന്താണ് കമ്മീഷനല്ല, ഞങ്ങൾ അവിടുത്തെ യോഗം വിളിക്കും. അവിടുത്തെ പാർട്ടിക്കാരുടെ വിത്ത് അക്കൗണ്ട്സ് യോഗം വിളിക്കും. ഞങ്ങൾ അവിടെ തന്ന കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, കിട്ടിയ വോട്ടുകളുണ്ട്. അതിനെ വെച്ചൊരു യോഗം നടത്തി സമഗ്ര പഠനം നടത്തി ഇത് പരിശോധിക്കും. ഈ കോഴിക്കോട് നഗരകേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വർദ്ധിക്കുകയാണ്. അതിനെങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? 5 ദിവസം കൊണ്ട് ഞങ്ങളതിൻ്റെ കണക്കെടുക്കാൻ പോവാണ്. ഓരോ ബൂത്തിലും BJPക്ക് വർദ്ധിച്ച വോട്ടുകളുടെ കണക്കെടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ലഭിച്ച വോട്ടുകളുടെ. ഒരു കാര്യം ഉറപ്പിച്ചോ, ഭരണത്തിലിരുന്ന CPM, ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായ CPM കഴിഞ്ഞ 10 വർഷമായി BJPയുടെ വള്ളച്ചടയിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ UDF അങ്ങനെയായിരിക്കില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ബൂത്തിൽ BJPയുടെ തേരോട്ടപ്പെടുന്ന ഞാൻ ആ തേരോട്ടം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും, UDFിൻ്റെ ഭാഗത്തുണ്ടാവും. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചതിനുമപ്പുറം, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനുമപ്പുറം സീറ്റുകൾ UDFിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് നൽകാൻ സാധിച്ചു. താങ്കൾ പറഞ്ഞത് 1-ലധികം MLA-മാരുണ്ടാകുമെന്നുള്ളതായിരുന്നു. അതിൽ 5 മത്സരിച്ച മുഴുവൻ ആളുകളും കോൺഗ്രസിൻ്റെ MLA-മാരുണ്ടായി. സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്തിന് ഒരു അർഹത കോഴിക്കോടിനുണ്ട്. അല്ല, അത് കോഴിക്കോടിന് ലഭിക്കും. അതാരെന്നൊക്കെയുള്ള പാർട്ടി തീരുമാനിക്കട്ടെ. എന്തായാലും അതിപ്പം അഥവാ മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിലും പരാതിയൊന്നുമില്ല. മുഖ്യമന്ത്രി ഉണ്ടല്ലേ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടല്ലേ. അങ്ങനെ മന്ത്രിസ്ഥാനം ലഭിച്ചാലേ പരിഗണന കിട്ടുന്ന ധാരണയൊന്നും ഞങ്ങൾക്കില്ല. മുഖ്യമന്ത്രി UDFിൻ്റെ അതിലുണ്ടാവുമല്ലോ, മറ്റു മന്ത്രിമാരുണ്ടാവുമല്ലോ. അങ്ങനെ അമിതമായ ആവശ്യമോ അല്ലെങ്കിൽ അമിതമായ കടുംപിടുത്തമൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഈ MLA-മാർ ഒരുമിച്ച് കോഴിക്കോടിൻ്റെ വികസനത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. DCC പ്രസിഡന്റ് എന്ന ഒരു പദത്തിൽ താങ്കൾ കയറിയതിനു ശേഷം നടപ്പാക്കിയ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഓഫീസിൻ്റെ നിർമ്മാണം, അത് കഴിഞ്ഞ് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനൊക്കെ നേട്ടം കൊയ്തിരിക്കുകയാണ്. ഇനി എന്താണ്? ഇനി നഷ്ടപ്പെട്ട ബേപ്പൂർ തിരിച്ചു പിടിക്കാം, നഷ്ടപ്പെട്ട കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാം. 2024, 25, 26 ഫുൾ സീപ്പാക്കുക. കോൺഗ്രസ് UDF മാത്രമുള്ളൊരു കോഴിക്കോട്, മാത്രം ജയിക്കുന്ന കോഴിക്കോട്. അതാണ് ഞങ്ങളുടെ സ്വപ്നം. ഒരു CPM മുക്ത കോഴിക്കോട് ഇല്ല, CPM മുക്തമാവരുത്, ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. CPM പരാജയപ്പെടുന്ന UDF മാത്രം ജയിക്കുന്നൊരു കോഴിക്കോട്, BJP മുക്ത കോഴിക്കോട്, BJP മുക്ത CPM പരാജയപ്പെടുന്ന UDF ജയിക്കുന്ന കോഴിക്കോട്. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. എന്തായാലും താങ്കളുടെ ലക്ഷ്യം ഇനിയും യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രവീൺ കുമാറാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷകളാണ് വ്യക്തമാക്കുന്നത്. ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കുമെന്ന ദൃഢനിശ്ചയം കൂടി അദ്ദേഹത്തിനുണ്ട്. ക്യാമറ പേഴ്സൺ റിഷാദ TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.